ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. റാണി എബ്രഹാം, കോട്ടയം മീനടം സ്വദേശിനിയാണ്. ഈ ചേച്ചി ഇവിടെ ഒരു 18 സെൻറ്റ് സ്ഥലം റബ്ബറായിരുന്നു, അത് വെട്ടിയിട്ട് നിറയെ എക്സോട്ടിക് പ്ലാന്റ്സാണ് വെച്ചിരിക്കുന്നത്. എക്സോട്ടിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ചുമ്മാ തൈയൊന്നുമല്ല, എല്ലാം തന്നെ അതിനകത്ത് കായ ഉണ്ടാകുന്നതാണ്. പിന്നെ അതുകൂടാതെ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് ഒരുപാട് നാടൻ കൃഷികളും പിന്നെ പച്ചക്കറികളെ അങ്ങനെ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും വളർത്തുന്ന ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ചേച്ചിയാണ് കേട്ടോ. കാരണം ഏജോ അല്ലെങ്കിൽ ഒന്നും നോക്കുന്നില്ല, ഭയങ്കര ഓടിച്ചാടി നടന്ന് നല്ല ഭംഗിയായിട്ട് ചെടി നടുന്നതും ചെടി കൃഷി ചെയ്യുന്നതും. അതോടൊപ്പം തന്നെ ചേച്ചിയെ നേരത്തെ ഞങ്ങൾക്ക് വരാനൊരു കാരണമുണ്ട്. ഒരു 3 വർഷം മുമ്പ്, അതായത് നമ്മുടെ ഇവിടെയൊക്കെ അബിയു എന്ന് പറയുന്ന ആ ഒരു വൃക്ഷത്തിന് ആ ഒരു ഫ്രൂട്ട് നമ്മുടെ ഇവിടെയൊന്നും അത്ര ഒരു പോപ്പുലർ ആകാതിരുന്നൊരു സമയത്ത് അത് കൃഷി ചെയ്ത് വിറ്റ ഒരാളാണ്. അപ്പം നമുക്ക് ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി വെൽക്കം. ചേച്ചി എത്ര നാളായി ഈ ഒരു കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? അതോ പണ്ട് മുതൽ? ഇല്ല, പണ്ട് മുതലല്ല. ഞാനൊരു കൃഷിക്കാരന്റെ മകളായിട്ട് ജനിച്ച ആളല്ല, എനിക്ക് അതേക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ ഞാൻ വിവാഹശേഷം ഇത്ര വർഷം ഇവിടെ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ മരണശേഷമാണ് ഞാൻ കൃഷിയിലോട്ട് ഇറങ്ങിയത്. ഇപ്പം 3 വർഷമേ ആയിട്ടുള്ളൂ ഞാൻ ഈ കൃഷിയിലോട്ട് ഇറങ്ങിയത്. ഈ 3 വർഷം കൊണ്ടാണ് ഞാൻ ഇത്ര ആയത്. കാരണം എനിക്ക് പ്രോത്സാഹനം ലഭിച്ചത് എൻ്റെ മകനിൽ നിന്നാണ്. മകനും കുടുംബമൊക്കെ ഓസ്ട്രേലിയയിലാണ്. അപ്പം അവൻ നല്ലതായിട്ട് അവിടെ. അതിനിടയ്ക്ക് ചോദിച്ചോട്ടെ, എത്ര മക്കളാ? എനിക്ക് 2 മക്കളാണ്, ഒരു മോളും ഒരു മോനും. അപ്പം മോൻ കൃഷിയോട് താല്പര്യം ഉള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു, അമ്മയ്ക്കൊരു സന്തോഷം കിട്ടും, അമ്മ റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് ഈ ഫ്രൂട്ട്സൊക്കെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ നിർദ്ദേശപ്രകാരം അവൻ പറഞ്ഞ ഫ്രൂട്ട്സൊക്കെയാണ് ഞാൻ മേടിച്ച് കാഞ്ഞിരപ്പള്ളി വിഴിക്കത്തോടിൽ നിന്ന് ഹോം ഗ്രോണിൽ നിന്നാണ് ഞാൻ ഈ തൈയെല്ലാം മേടിച്ചുകൊണ്ട് കൃഷി ചെയ്തത്. മോള് UK-ലാണ്. രണ്ടുപേര് ഇല്ല. അപ്പം അങ്ങനെയുള്ള അപ്പം അതാണ് എൻ്റെ മക്കള്. അപ്പം എനിക്ക് സന്തോഷം ലഭിക്കുന്ന വഴി ഏതാണോ അത് ഞാൻ ഒരു 3 വർഷം മുമ്പാണല്ലോ അബിയുവിന്റെ ഒരു തുടങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ എങ്ങനെ ഇത് കായ്ച്ചത്? എല്ലാവരും എനിക്ക് 11ാമത്തെ മാസം ഞാൻ അബിയു വെച്ച് 11ാമത്തെ മാസം എനിക്ക് അബിയു ഉണ്ടായി. ഒരു വർഷം കൊണ്ട് ഉണ്ടായി. പക്ഷെ സാധാരണ 2 വർഷം 3 വർഷമൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് 11ാമത്തെ മാസം അബിയു ഉണ്ടായി. അതെനിക്ക് വളരെ സന്തോഷമായി. അപ്പം ഞാനത് ഞങ്ങളുടെ കൃഷി ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇട്ടു. അപ്പം അങ്ങനെ അത് വൈറലായി. ആളുകളൊക്കെ ഇവിടെ വന്ന് മേടിച്ചു, എന്നെ വിളിക്കാറുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ വർഷം ഉണ്ടായപ്പോഴത്തേനും ഞാൻ സ്കൂളിലും അതുപോലെ ബാങ്ക് ഗവൺമെൻറ് ഏരിയയിലൊക്കെ കൊടുത്തു. അങ്ങനെ ആളുകൾക്ക് ഇഷ്ടമായി. മീനടം കൃഷി വകുപ്പിന്റെ എനിക്ക് ഫലവൃക്ഷത്തിന്റെ വനിതകൾക്കൊരു അവാർഡ് 2 വർഷം മുമ്പ് എനിക്ക് കിട്ടിയായിരുന്നു. അവരുടെയൊക്കെ നല്ലൊരു പ്രോത്സാഹനം എനിക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ആളുകളും നല്ലതായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ കൃഷിയിലൂടെയും അങ്ങനെ ആളുകളുമായിട്ട് നമുക്ക് ബന്ധപ്പെടാനൊക്കെ ഒത്തേണ്ട ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പം. കൃഷിയൊക്കെ ഒന്ന് കണ്ടു. മോൻ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു തക്കാളിയുടെ വിത്താണ്. അപ്പോൾ ഞാനിത് പാകി കിളിപ്പിച്ചു കഴിഞ്ഞ് ഉണ്ടായി വന്നപ്പോഴത്തേനും ഇത് കണ്ടോ, നല്ല രസവും ഭംഗിയുള്ള ഒരു തക്കാളിയുടെ വലിപ്പമുണ്ട്. നമ്മുടെ നാട്ടിൽ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. ഇതുണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു കതർപ്പായിട്ട് വരും. പക്ഷെ അത് ഫുള്ളായി കഴിയുമ്പോൾ കണ്ടോ ഇതുപോലത്തെ നല്ല രസത്തിൽ നല്ലൊരു തക്കാളി, നല്ല ഭംഗിയുള്ള നല്ല വലുതുമാണ് ഈ തക്കാളി. അപ്പൊ അതാണ് കുറച്ച് ഞാൻ പറിച്ചായിരുന്നു തക്കാളി. ഇതാണ് ഓസ്ട്രേലിയൻ തക്കാളി. ഇത് ദുരിയാൻ എന്ന് പറഞ്ഞൊരു മലേഷ്യൻ ഫ്രൂട്ടാണ്. ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ ഇത് പഴങ്ങളുടെ രാജാവെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇതിന് ഒരു സ്മെല്ലുണ്ട്. പക്ഷെ ഇതിന്റെ ഗുണങ്ങൾ വളരെയധികമാണെന്നാണ് മലേഷ്യക്കാർ പറയുന്നത്. പക്ഷെ സിംഗപ്പൂർ, മലേഷ്യക്കൊക്കെ പോകുന്നവർ ഈ ഫ്രൂട്ട് എന്നാണേലും മേടിച്ച് കഴിച്ചിരിക്കും. എന്നാ വെച്ചാൽ അതിൻ്റെ ആ ടേസ്റ്റ് അറിയാം. പക്ഷെ ചില ആളുകൾ ഇഷ്ടപ്പെടും, ചില ആളുകൾ ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ എൻ്റെ മോന അവിടെ സിംഗപ്പൂരിൽ ഇറങ്ങിയിട്ട് 2-3 മാസം മുമ്പേ ഒരു ഫ്രൂട്ട് മേടിച്ചു. തിന്നിട്ട് അതിൻ്റെ കുരു ഇവിടെ കൊണ്ടുവന്ന് പാകി അത് കിളുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇത് നഴ്സറിയിൽ നിന്ന് അവൻ മേടിച്ചു കൊണ്ട് വെച്ചിട്ട് പോയതാ. ഇത് വെച്ചിട്ട് 4 മാസമേ ആയുള്ളൂ. ഇത് 8 വർഷം മറ്റോ വേണമെന്ന് തോന്നുന്നു കഴിക്കാൻ. ഇതിങ്ങനെ നേരെ പോകുന്ന വൃക്ഷാന്നാ പറഞ്ഞേ. നേരെ പോകും. ഇതൊരു പേര ബഡാണ്. പക്ഷെ ഇത് നല്ല ചുമന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരക്കയാണ്. പക്ഷെ അതിനകത്ത് കുറെ ഉണ്ട്. ഇത് നിറച്ച് കൊലയോടെ തൂങ്ങി കിടക്കുന്നു. ഇപ്പൊ അത് തീർന്നു വരുന്ന ഒരു സീസണാണ്. ഇപ്പൊ അടുത്ത സെറ്റ് ആയതാ നല്ല ഇതിന്റെ ഇച്ചിരി കൂടെ വലുതാവും. ഇപ്പൊ ഇത് വേനലായോണ്ടാണ് ഇച്ചിരി ചെറുതായിട്ട്. ഇതിന്റെ ആകം ചുമന്നിരിക്കും. നല്ല ടേസ്റ്റോ നല്ല മധുരമാണ്. അതാണ്. ഇത് ചെറിയാണ്. ഇത് എല്ലാ സമയവും കായ്ച്ചോണ്ടിരിക്കുന്ന ഒരു ചെറിയ നല്ല ചുമന്ന രക്ത കളർ വരും. പക്ഷെ ഇത് ഇതിനകത്ത് പച്ചയുണ്ട്, അതിനകത്ത് നിറയുണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്ത് സാധാരണ ഞാൻ ഇങ്ങനെ
ഒത്തിരി നമുക്ക് തിന്നാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈൻ ഉണ്ടാക്കാറുണ്ട്. ഇതുകൊണ്ട് വൈൻ ഉണ്ടാക്കാം. വൈൻ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. വൈൻ ഉണ്ടാക്കും. ചില ആളുകൾ ഇത് അച്ചാറുണ്ടാക്കാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. ഒരു പുളി ഒരു മധുരമാണ്. പക്ഷെ വേനലൊക്കെ വരുമ്പോഴത്തേക്കിനും നല്ല മധുരം ഇതിന്. ഒരു പുളി ഒരു മധുരമാണ്. വർഷക്കാലം ആകുമ്പോഴത്തേനും ഇച്ചിരി മഴയും വെള്ളമൊക്കെ ആകുമ്പോഴത്തേനും ഇച്ചിരി പുളി. ഇപ്പോഴൊക്കെ ഉണ്ടാകുന്നതിന് നല്ല മധുരമാണ്. ഇത് വിയറ്റ്നാം മേളി ചക്കയാണേ. വർഷത്തിൽ 2 പ്രാവശ്യം ഇത് കായ്ക്കും. ഞാൻ ഓഗസ്റ്റ് തൊട്ട് തിന്നാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ തീർന്ന അടുത്ത സെക്ഷൻ ആയിരിക്കും അത്. ഇപ്പം എല്ലാവരും ചക്ക തിന്നാൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാനിവിടെ ചക്ക തിന്നാൻ തുടങ്ങി. ഇത്രയും വേറെ ഉണ്ട്. എന്താണ്ട് അതേലും ഉണ്ട്. അതാണ്ട ചെറിയ പ്ലാവ് ഉണ്ടോ, അതേലും ചക്ക അടിയിലുണ്ട്. ഇത് നാരകമാണേ. ഇത് വലിയ നാരങ്ങ ആകുന്ന, ഇതിനെ ഗണപതി നാരങ്ങ എന്നൊക്കെ പറയുന്നു. അതെ അതെ, മൂക്ക് പോലെയുള്ള ഇച്ചിരി വലിപ്പം വെക്കുന്നത്. ഇപ്പൊ ഉണ്ടായതേ ഉള്ളൂ. ഇത് ഈ പേരയ്ക്കയുടെ അകം വെളുത്തതാണ്, മറ്റേത് നമ്മൾ ചുമന്നതാണ് കണ്ടത്. ഇതും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. കഴിഞ്ഞ വർഷമാണ് ഇത് കഴിക്കാൻ തുടങ്ങിയത്. ഇത് അതിന് അത്ര ഉണ്ടാകത്തില്ല ഇത്, പക്ഷെ ഇത് വലിപ്പം കൂടുതലാണ്. വലിപ്പം കൂടുതൽ. ഇത് ബറാബ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. ഇതിനൊരു പുളിയും ഒരു മധുരം ഒക്കെ ഉള്ളതാണ്. പ്രത്യേകിച്ച് ഷുഗർകാർക്കൊക്കെ നല്ലതായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഇത്. ഇതും വർഷത്തിൽ 2-3 പ്രാവശ്യം. ഇതിപ്പോൾ കായ്ച്ചു കഴിഞ്ഞ ഉടനെ അടുത്ത ട്രിപ്പ് ഉണ്ടാവും. അങ്ങനെ എപ്പോഴും നമുക്ക് ഇത് തന്നുകൊണ്ടിരിക്കുന്നു. ഇത് അവക്കാഡോ ആണ്. ഇത് നമ്മുടെ അവക്കാഡോ ആണ്. ഇത് കായ്ച്ചില്ല, ബഡാണ്. കായ്ക്കും, ഉടനെ കായ്ക്കും എന്നൊക്കെ പറയുന്നു. ഞാൻ ഈ തണലിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ വേനലല്ലേ, അപ്പൊ ഒരു തണുപ്പ് കിട്ടും. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേന് എല്ലാ ചെടിയുടെ ചോട്ടിൽ ഞാനിങ്ങനെ ചപ്പു ചവറൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ വെള്ളം ഒഴിക്കുമ്പോഴത്തേന് ആ തണുപ്പ് നിൽക്കും. അപ്പൊ അത് വൃക്ഷങ്ങൾക്ക് ഒരു ഇതാണ്. പിന്നെ അവിടെ തന്നെയല്ല, ഓരോ ദിവസം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വരുമ്പോഴേ ഈ ചെടികൾ എന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. എന്നാന്നറിയാവോ, ചെറിയൊരു ഞാൻ അടുത്ത് വന്ന് വെള്ളം കൊടുക്കുമ്പോഴത്തേനും ഏത് കാറ്റില്ലെങ്കിലും ഇവരൊന്ന് അനങ്ങും, ഈ ഇലകളൊന്നും അനങ്ങും. അപ്പൊ വൃക്ഷങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളും അവരെ സ്നേഹിക്കണം. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടത് വെള്ളമാണോ, അവരുടെ ഭക്ഷണം എന്താണോ അത്. കീടങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ഞാൻ ഒരു 6 മണി കഴിയുമ്പോൾ ഇതിനകത്ത് കയറും. ഒരു 10 മണി വരെ ഞാൻ ഇതിനകത്ത് കാണും. ചൂടാകുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഒരു 5 മണി കഴിയുമ്പോഴത്തേനും വീണ്ടും ഇറങ്ങും. ഇതാണ് എൻ്റെ അതെ. അല്ല, വൃക്ഷങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഓക്സിജൻ തരാനും എല്ലാ വൃക്ഷങ്ങളും ആണല്ലോ. നല്ല ഒരു സന്തോഷം കിട്ടുന്ന ഒരു സാധനമാണല്ലോ നമ്മൾ. അതെ 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 അതെ. എപ്പോഴും മനസ്സിന് നമുക്കൊരു സന്തോഷമാണ്. മനുഷ്യനെ കൂട്ട് തന്നെ ഇവർക്കും ജീവനുണ്ടല്ലോ. ഉണ്ട്. ഇത് കൊടംപുളിയാണേ. അപ്പുറം നിൽക്കുന്നതും ബഡ് നെല്ലിയ. അത് ഇല പൊഴിഞ്ഞിട്ട് ഈ വർഷം കായ്ക്കും എന്നുള്ള നെല്ലിക്ക ഉണ്ടായില്ല. അത് ഉണ്ടാകുമെന്നുള്ള ബഡാണ്, പക്ഷെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഉണ്ടാകുന്ന ലക്ഷണമാണ് കാണിക്കുന്നത്. ഇത് അബിയു എന്ന് പറഞ്ഞ ഫ്രൂട്ടാണേ. ഇത് ഞാൻ കാഞ്ഞിരപ്പള്ളി വിഴിക്കത്തോട്ടിൽ നിന്നാണ് ഇതിൻ്റെ തൈ മേടിച്ചത്. ഇത് പിന്നെ ഒരു സീസണിൽ നിറയെ കായ്ക്കും. ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് അവിടെ ഇവിടെ ഓരോന്ന്. പക്ഷെ ഇതിന് വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ വളം, ഞാൻ ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. എല്ലാ വൃക്ഷങ്ങൾക്കും ഞാൻ ജൈവവളമാണ്. ഈ ന്യൂസ് ഉണ്ടായിരുന്നു. ഈ അബിയു ഞാൻ വെച്ച് 11ാമത്തെ മാസം എനിക്ക് ഇതിന് ഫലം കിട്ടി. ആദ്യമായിട്ട് ഇവിടെ മീനടുത്ത് അബിയു കായ്ച്ചത്. അബിയു ആദ്യമായിട്ടുണ്ടായത് ഇവിടെയാണ്. അപ്പം എനിക്ക് വിപണനവും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യം ഇതുണ്ടായപ്പോഴത്തേനും ഞാൻ ഗവൺമെൻറ് ഓഫീസുകളിൽ, സ്കൂളുകളിലൊക്കെ അവിടുത്തെ സാറുമാർക്ക് കൊടുത്തു. അവരത് മേടിച്ചു. പുതിയൊരു ഫ്രൂട്ട്. അത് കഴിഞ്ഞ് ഇപ്പം കടകളിലൊക്കെ കണ്ടുപിടിച്ച് കടക്കാർക്കും ഇപ്പം എന്നോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സാധനം ഉണ്ടോയെന്ന്. അപ്പം അതിലുള്ളൊരു സന്തോഷം ഞാനാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ തൈ ഉൽപ്പാദിപ്പിച്ചൊക്കെ കുറേ ആളുകൾ ചോദിച്ചായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്ക് ഇതിൻ്റെ തൈ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ ആ തൈ ആയിട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ വർഷം ഉണ്ടാക്കിയാണ്. അല്ല, ഈ അബിയു ആണ് നമുക്കൊരു പേര് തന്നൊരു വൃക്ഷം. അതെ അതെ. ഇത് റംബൂട്ടാനാണേ. ഇത് മഞ്ഞ നിറത്തിലുള്ള റംബൂട്ടാനാണ്. ഇത് പ്രിയോർ മാവാണ്. പ്രിയോർ മാവ്. അതെല്ലാം എല്ലാം ബഡ് നമുക്ക് താങ്ങൂടാ. ഇത് കുരു ഇല്ലാത്ത പ്ലാവാ. ഇത് കായ്ച്ചില്ല, കുരു ഇല്ലാത്ത പ്ലാവാണ്. ഉണ്ട്. ഒരു 5-6 വെറൈറ്റി പ്ലാവ് ഉണ്ട് എനിക്ക്. ഇത് കുരു ഇല്ലാത്ത പ്ലാവ്. റെഡ് സൂര്യ എന്നും പറഞ്ഞ ഒരു ചക്കയാണ്. ഇത് ആദ്യമായിട്ട് നല്ല റെഡ് കളറിലിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടുണ്ടായ ഒരു ചക്കയാണ് ഈ വർഷം. ഇത് 3 വർഷം ആകുന്നേ ഉള്ളൂ ഈ പ്ലാവ് ഞാൻ വെച്ചിട്ട്. ഇതെല്ലാം ഞാൻ ഹോം ഗ്രൗണ്ടിൽ നിന്ന് മേടിച്ച തൈകളാണ്. കാഞ്ഞിരപ്പള്ളി വിയറ്റ്നാം മേളിയാണ്. ഇതും ചക്കയാണ്. ഇതൊക്കെ 1 വർഷം കഴിഞ്ഞ് 2 വർഷത്തിലോട്ട് ആയതേ ഉള്ളൂ. പക്ഷെ ഇതിനെല്ലാം ഞാൻ ജൈവവളങ്ങൾ, ചാണകവും കടലപ്പിണ്ണാക്കും, എല്ലുപൊടിയും, പിന്നെ എനിക്ക് ബയോഗ്യാസിൻ്റെ സ്ലെറി ഉണ്ട്. അതൊക്കെയാണ് ഞാനിതിന് നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാനിതിന് വളം കൊടുക്കുന്നത്.
പിന്നെ രാവിലെയും വൈകിട്ടും 2 നേരം ഞാൻ ഇതിനകത്താണ് എപ്പോഴും. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു സ്നേഹം അതാണ്ട് സ്നേഹമായിരിക്കും. അത് ഇത് മാങ്കോസ്റ്റിൻ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. കായ്ച്ചില്ല. ഇതിനൊക്കെ 8 വർഷം 7 വർഷം എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളത് വെച്ചിട്ട് 3 വർഷം ആയതേ ഉള്ളൂ. ഇത് കംബോഡിയ, തായ്ലൻഡ് കംബോഡിയ ഒരു ചക്കയാണ്. പക്ഷേ ഇതിന് കണ്ട ഭംഗി കുറവാണെങ്കിലും ആകും നല്ല തീ കളറാണ് ഈ ചക്ക. നല്ല ടേസ്റ്റി, നല്ല മധുരമാണ് ഇതിന്. ഇപ്പോൾ ഒരു പ്രാവശ്യം തിന്നവർ പിന്നെ എപ്പോഴാണെങ്കിലും മേടിക്കും. ഇപ്പം മാർക്കറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ചക്കയുടെ പുറമേ ഒരു കറുപ്പ് നിറമൊക്കെയാണ്. അപ്പോൾ അതിന് ഭംഗി കുറവാണ്. വിയറ്റ്നാം വേളിയുടെ പോലത്തെ ഭംഗിയില്ല. അപ്പം ഇതിൻ്റെ രുചി അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ ആളുകൾ ഈ കംബോഡിയ നല്ല ചക്ക എന്ന് പറഞ്ഞാൽ നല്ല ചക്ക. നല്ല രുചിയാണ് ഇതിന്, നല്ല കളറാണ് ഇതിന്. അപ്പോൾ ഞാനിത് ഈ ചക്ക ഈ വർഷം ഇത് 3 എണ്ണേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാനത് ചക്ക പഴുത്തിട്ടായിരുന്നു പറിച്ചത്. അത് പിള്ളേർക്ക് കൊടുത്തു വിടാനായിട്ട് ഫ്രീസ് ചെയ്ത് അവിടെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുക പാക്കറ്റിൽ. ഇത് അരക്കില്ലാത്ത ചക്കയാണ്. ഇതും അവിടെ നിന്ന് ഹോം ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഞാൻ മേടിച്ചതാണ്. ഇത് 3-ാം വർഷത്തിലോട്ട് കയറിയതേ ഉള്ളൂ. പക്ഷേ അടുത്ത വർഷം കായ്ക്കുന്ന ലക്ഷണമാണ്. കാരണം നായ്ച്ചക്കൊക്കെ നിറയെ വർഷം ഉണ്ടായിരുന്നു. അടുത്ത വർഷം കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. ഇത് പുലാസാൻ എന്ന് പറഞ്ഞൊരു ഫലവൃക്ഷമാണ്. ഇത് നല്ല നമ്മുടെ റംബൂട്ടാൻ്റെ വേറൊരു വെറൈറ്റിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കായ്ക്കണമെങ്കിൽ 8 വർഷം 7 വർഷം എന്നാണ് പറയുന്നത് സാധാരണ ആൾക്കാർ. നമ്മൾ വെച്ചിട്ട് 3 വർഷം ആയതേ ഉള്ളൂ. ഇത് നല്ല രുചിയുള്ള ടേസ്റ്റിയുള്ള നല്ല ഫ്ലഷ് ആണെന്നാണ് പറയുന്നത് അതിൻ്റെ ഫ്രൂട്ട്. ഒരു കറുപ്പും ഒരു ചുമലൊക്കെയാണ് ഇത് ഫ്രൂട്ടിൻ്റെ കളറ്. ഇത് അച്ചാച്ചർ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. എല്ലാം വിദേശ പഴങ്ങളാണ്. പക്ഷെ അത് ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെയും. പക്ഷെ നല്ല ചുമന്ന കളറിൽ പടമൊക്കെ കണ്ട് വെയിറ്റ് ചെയ്യുവാണ്. എത്രത്തോളം നമ്മുടെ കൃഷി വിജയിക്കുമെന്ന് നമ്മൾ നോക്കണമല്ലോ. നമ്മുടെ പക്ഷത്ത് ശ്രമം ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. നമ്മുടെ പക്ഷത്ത് ശ്രമം വേണം. അപ്പോൾ ഞാൻ ഇതിൽ സന്തോഷം കണ്ടെത്തിയിരിക്കുക എൻ്റെ കൃഷിയിലോട്ട്. അതാണ് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനൊന്നും ഒരു പ്രായമൊന്നും അല്ലല്ലോ, ഒരു വിഷയമല്ല. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. എവിടെയാണ് സൃഷ്ടിച്ചാക്കിയത്? ഏതും തോട്ടത്തിൽ അല്ലേ? അപ്പം എല്ലാ കഴിവോടും കൂടിയാണ് ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലല്ലേ നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം നമുക്ക് എല്ലാ കഴിവുകളും തന്നിട്ടുണ്ട്. അതിൻ്റെ ബുദ്ധിയൊന്നും നമ്മൾ 1% പോലും ഉപയോഗിക്കുന്നില്ല. ഇത് വലുതാകുന്ന മക്കോട്ട. ഇത് ഷുഗർ, പ്രഷർ, അതുപോലെ യൂറിക് ആസിഡ്, പിന്നെ കൊളസ്ട്രോൾ, ഇതിനൊക്കെ ഉള്ളൊരു മലേഷ്യൻ മരുന്നാണ്. ഇതിനെ സ്വർഗത്തിലെ കനിയെന്നാണ് മലേഷ്യക്കാർ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ വന്നിട്ട് അധികം വർഷങ്ങളായില്ല. പക്ഷേ ഇത് ധാരാളം ആളുകൾ ഇതുപോലെ തിന്നാൻ പറ്റത്തില്ല. ഇത് ഉണക്കിയിട്ട് വെള്ളം തിളപ്പിച്ചാണ് നമ്മൾ കുടിക്കേണ്ടത്. അപ്പോൾ ഷുഗറുള്ള ആളുകൾ ഇത് കഴിക്കുന്നതിന് മുമ്പ്, ഈ വെള്ളം കുടിച്ച് തുടങ്ങുന്നതിന് മുമ്പേ അവരുടെ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് എത്രയാണെന്ന് നോക്കിയിട്ട് ഇത് 1 മാസം കുടിക്കണം. കുടിച്ച് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഷുഗറിൻ്റെ ലെവൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ അങ്ങനെ പതിയെ കൂടുതൽ ഡോസിന് മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ഇത് കുടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും, മരുന്നിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഈ തേക്ക് മരത്തിൻ്റെ ഒക്കെ ചുവട്ടിൽ ഇങ്ങനെ വാനില കൃഷി ചെയ്തിരിക്കുക. അപ്പം ഇത് വെച്ചിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇനി വിപണനമൊക്കെ എങ്ങനെയാണെന്ന് നോക്കണം. ഇപ്പോൾ കിഴക്കോട്ടൊക്കെ ആളുകൾക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ പൂക്കൾ തമ്മിൽ നമ്മൾ പരാഗണം ചെയ്യുമ്പോഴാണ് ചെയ്യുന്നത്. ഇത് ആ നാരകം തന്നെയാണിത്. അത് തന്നെ. ഇതും വിയറ്റ്നാം മേളിയാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വെച്ച പ്ലാവാ. ഇതിൽ ചക്കയുണ്ട്. ഇതുണ്ടോ? അതെ, ഇത്രയും ചെയ്ത് നമുക്ക് സന്തോഷം. ഇത് വിഷം അടിക്കാത്ത ജൈവവളം ഉപയോഗിച്ച് മാത്രം ചെയ്തുണ്ടാക്കിയ ബ്രൊക്കോളിയാണ്. ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈയാണ്. ഇത് ഞാൻ ആദ്യത്തെ വിളവെടുപ്പ് നടത്തി. അതിന് ശേഷം 2ാമത് ഇതിൻ്റെ ഓരോ കിളുപ്പയിലും ഉണ്ടാകുന്നതാണ്. ഇത് നമുക്ക് കാണാൻ പറ്റും. ഇത് മുള്ള. അത് ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ ഇത് മുള്ളാത്ത ഇതേണ്ടോ? അതിനകത്ത് കായുണ്ട്. എല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുക. ഒത്തിരി പൊക്കം ചെയ്തതാണ്. അതിപ്പോൾ 2-3 മാസം മുമ്പേ മോൻ വന്നപ്പോഴാണ് എന്നെ അത് പഠിപ്പിച്ചത്. അവനാണ് ഇതെല്ലാം ചെയ്തത്. എല്ലാ കമ്പും നമ്മളെന്ന് വെച്ചാൽ മുകളിലോട്ട് പോണ കമ്പും പിന്നെ ഇങ്ങോട്ട് അടിയിൽ കൂടെ വരുന്ന കമ്പ് വെട്ടണം, ഇങ്ങോട്ടുള്ള കമ്പ് നിർത്തണം. എന്നാലും ഇത് റൗണ്ടായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ. ഈ കപ്പ 8 മാസം ആകുമ്പം പറിക്കുന്ന ഒരു കപ്പയാണ്. ഒരു മൂട് 17 കിലോ വരെയാണ് എനിക്ക് കിട്ടിയത്. ഒരു മൂട് കുറഞ്ഞത് 10 കിലോ 8 കിലോയാണ് ഒരു മൂട് പറിക്കുമ്പോൾ എനിക്ക് കപ്പ കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ളൊരു കപ്പയാണ് ഈ കപ്പ. ഇതൊക്കെ കടകളിലൊക്കെ ഞാൻ കൊണ്ട് കൊടുത്താൽ ആളുകൾക്ക് നല്ല ഇഷ്ടം താല്പര്യമൊക്കെ വരുന്ന ഒരു കപ്പയാണ്. ഒരു പ്രാവശ്യം മേടിച്ചവർ പിന്നെയും മേടിക്കും. ഏത്തവാഴ കൃഷിയാണ്. നാടൻ ഏത്തവാഴ. ഇതെല്ലാം ചേന.
ഇതെല്ലാം ചേന. പിന്നെ അപ്പുറം തെങ്ങും ഫ്രൂട്ടുണ്ട് ഇതിനകത്ത് ചിലത്. പേരയ്ക്ക പഴുത്തുണ്ടോയെന്ന് നോക്കട്ടെ. ഇതും ബഡ് പേരയ്ക്കയാണ്. ഇത് ആദ്യത്തെ വർഷം കായ്ക്കുന്ന. ഇത് നല്ല രുചിയുള്ളത്, ഒരെണ്ണം എനിക്ക് കിട്ടിയത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ ഇത് കണ്ടോ, സപ്പോട്ട. ഇതേൽ കായ് പിടിച്ചു, പക്ഷെ അത് ആദ്യത്തെ ആയതുകൊണ്ട് കണ്ടോ പൊഴിഞ്ഞു പോയി. ഇത് കണ്ടോ പൊഴിഞ്ഞു പോയി. ഇത് സപ്പോട്ട, ഇത് ബഡ. നമുക്കിവിടെ എക്സോട്ടിക് ഫ്രൂട്ട്സ് തന്നെയല്ല, അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ചേച്ചിക്ക് ഒത്തിരി നാടൻ കൃഷികളൊക്കെ കണ്ടു. വാഴ, കപ്പ. അപ്പം അതൊക്കെ ഏതായാലും ഒരാൾക്ക് വേണ്ടിയല്ല, അത് ഒരു കുറേ ഉണ്ട്. അപ്പം അത് നമ്മൾ എന്തായാലും പുറത്ത് വിൽക്കുവാണെന്നും ചേച്ചി പറഞ്ഞു. അപ്പം അതെങ്ങനെയാണ് ആളുകൾ ഇവിടെ വന്ന് വാങ്ങിക്കുമോ? അതെങ്ങനെയാണ് ചേച്ചി അത് സെയിൽ ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് പറയണേ. എനിക്ക് കപ്പ, ഏത്തവാഴ, ഞാലിപ്പൂവൻ വാഴ ഇങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന സാധനം ഞാൻ കടക്കാർ ഇവിടെ വന്ന് മേടിക്കത്തില്ല, നമ്മൾ അങ്ങോട്ട് അവരെ എത്തിക്കണം. അപ്പോൾ ഞാൻ ഡ്രൈവിങ് പഠിച്ചുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് വാഹനം ഉള്ളതുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് ഈ സാധനം പറിച്ച് ഇത് വണ്ടിയിൽ കൊണ്ടുപോയി കടകളിൽ കൊടുക്കും. അവരാവശ്യമുള്ളപ്പോൾ അവരിങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് അവരോട് ചോദിക്കും. അപ്പം എനിക്ക് വാഹനം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഈ നിമിഷ നേരം കൊണ്ട് കടകളിൽ സാധനം ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മളൊരു ഓട്ടോറിക്ഷയൊക്കെ നോക്കുമ്പോൾ അവരുടെ സമയം നോക്കണം. അതിനേക്കാളും ഏറ്റവും എളുപ്പം എനിക്ക് ഈ ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മളതാണ്. അല്ല, ഞാൻ നേരത്തെ പഠിച്ചിരുന്ന, ഇതിനു വേണ്ടി പഠിച്ചതല്ല, ഹസ്ബൻഡ് ഉള്ളപ്പോൾ ഞാൻ പഠിച്ചതാണ്. പിന്നെ എനിക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ, സാധനങ്ങൾ, ആയുധങ്ങളൊക്കെ കാച്ചുകൻ ഇതെല്ലാം ഞാൻ ഡ്രൈവ് ചെയ്ത് വണ്ടിയെ കയറ്റിയാണ് ഞാൻ പോയി. അങ്ങനെ അത് വലിയൊരു സന്തോഷം. എൻ്റെ രണ്ടാമത്തെ സഹായി എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കാറാ എന്നെ സഹായിക്കുന്ന ഒരു പകുതി ഭാഗം ഭയങ്കര ഹാപ്പിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മറ്റുള്ള രോഗങ്ങളോ കാര്യങ്ങളില്ല, ഹെൽത്തി ബോഡി ആവും മമ്മി. മറ്റുള്ള ഇപ്പോൾ ഈ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ പിന്നെ രാവിലെ 1 മണിക്കൂർ മോർണിംഗ് വാക്കുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പറമ്പിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് പോകും. എൻ്റെ ജീവിതം എങ്ങനെയൊക്കെ എനിക്ക് സന്തോഷിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ഞാൻ സന്തോഷം കണ്ടെത്തും. റാണി ചേച്ചിയെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഇങ്ങനെ കൃഷി ചെയ്യുന്നതും അത് പൂത്ത് അതിനകത്ത് ഫലമുണ്ടായി കാണുന്നതും അത് ഉപയോഗിക്കുന്നതും ഒക്കെ എല്ലാവർക്കും സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ. ചേച്ചി ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം മക്കളൊക്കെ വിദേശത്താണ്, ഹസ്ബൻഡിൻ്റെ മരണശേഷം ഒരു ഒറ്റപ്പെട്ടൊക്കെ ജീവിക്കേണ്ട സ്ഥാനത്ത് ഇപ്പം ചേച്ചി ഫുൾ ബിസിയാണ്. ചേച്ചി അതിൻ്റെ ഒരു എനർജിയാണ് ചേച്ചിക്ക്, അത് ഈ ഒരു കൃഷിയുടെ ഒരു എനർജി ചേച്ചിയുടെ ഒരു ജീവിത രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇത് കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ.